ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ഇനിയും പറഞ്ഞിടാം കേൾക്കണമെന്നാകിലോ, നിർമ്മലന്മാരായ 6 താപസന്മാരുണ്ടായി. ബ്രഹ്മാവിൻ മനസ്സിൽ നിന്നല്ലോ പറഞ്ഞു ഞാൻ എന്നതുപോലെ, ശിവൻ തന്നുടെ തേജസ്സിങ്കൽ നിന്നുടൻ 11 രൂദ്രന്മാരുണ്ടായി വന്നു. ജാതന്മാരായപ്പോഴേ രോദനം ചെയ്ത മൂലം ധാതാവ് രൂദ്രന്മാരെന്ന അഭിധാനവും ചെയ്താൻ. മൃഗവ്യാധനും ശർവൻ നീയതി പുനരജനേകപാദനുമഹിർബുദ്ധിയും പിനാകിയും ദഹനൻ കപാലിയും സ്ഥാണവും ഭവന്താനും. പിന്നെയും കേൾക്ക, നടേ ചൊന്നവർ 6 പേരിൽ അങ്കിരസിന് 3 പുത്രന്മാരുണ്ടായി വന്നു. ഉദത്തൻ ബൃഹസ്പതി സംവർത്തനെന്നും പേരായി അത്രിക്ക് പുത്രന്മാരായ അസംഖ്യം താപസന്മാർ. പുത്രനായ അത്രിയിൽ നിന്നുണ്ടായി ചന്ദ്രൻ താനും. പുലസ്ത്യൻ തന്റെ പുത്രൻ വിശ്രവസ്സവനുടെ കുലത്തിൽ പിറക്കയാൽ പൗലസ്ത്യന്മാരായി വന്നു. വാനവ പരിഷയും കിന്നരജാതികളും കിംപുരുഷന്മാർ, നാനാമൃഗങ്ങൾ, സിംഹങ്ങളും വ്യാഘ്രങ്ങൾ, ഇവരെല്ലാം പുലഹൻ തന്റെ മക്കൾ. പതംഗ സഹചരന്മാരായി വിളങ്ങുന്നത് അസംഖ്യം ക്രതുവിന്റെ പുത്രരെന്നറിഞ്ഞാലും. പിന്നെയും വിരിഞ്ചന്റെ വലത്തെ പെരുവിരൽ തന്മേൽ നിന്നുണ്ടായി വന്നു ദക്ഷനാം പ്രജാപതി. ഇടത്തെ പെരുവിരൽ തന്മേൽ നിന്നുടനൊരു മടുത്തൂകിനമൊഴിയുണ്ടായാൾ അവളല്ലോ. ദക്ഷന്റെ ഭക്തിയായത് അവൾ പെറ്റുണ്ടായത് പുഷ്കരാക്ഷികളൻ 50. അവരിൽ 10 പേരെ ധർമ്മരാജനു തന്നെ കൊടുത്താൻ അന്നു ദക്ഷൻ. നിർമ്മലാംഗികൾ അവർ തമ്മുടെ നാമം കേൾപ്പിൻ. കീർത്തിയും ലക്ഷ്മി, ധൃതി, മേധയും, പുഷ്ടി, ശ്രദ്ധ, ക്രിയയും, ബുദ്ധി, ലജ്ജ, മതിയും ഇവർക്കുപേർ. 27 ചന്ദ്രന് കൊടുത്തിതോ നിരൂപിച്ചവരെ കൊണ്ടറിയാം കാലഭേദം. ദക്ഷനാം പ്രജാപതി തന്ന 10 ഓൽപ്പന്നരായി. ദക്ഷനാം പ്രജാപതി തന്നെ അപത്യോൽപ്പന്നരായി ചൊൽക്കണ്ട വസുക്കളുമുണ്ടായ 8 പേരും. ധരനും, ധ്രുവൻ, സോമൻ, അഗസ്സും, അനിലനും, അനലൻ, പ്രത്യുക്ഷനും, അഷ്ടമൻ, പ്രഭാസനും. ധൂമ്രപറ്റുണ്ടായി വന്നു ധരനും ധ്രുവൻ താനും. സോമനും മനസ്വിനിയാം അവൾ പെറ്റുണ്ടായി. രഥയാം അവൾ പെറ്റിട്ട